18th ബി ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിലെന്താ പറയുന്നത്? ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ ഡെൽ എഫ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സിക്ക് ഓർത്തോഗണലാണ് കാണിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് കാണിക്കുന്നറിയോ? ഡെൽ എഫ് ഓഫ് പി എന്ന് പറയുന്നത് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ടിന് ഓർത്തോഗണലാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാപ്പിങ്ങുകൾ നോക്കാം. നമ്മൾ എഫ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? യുന്ന് ആറിലേക്ക് ഒരു സ്മൂത്താണ് തന്നിട്ടുണ്ട്. എഫ് യുന്ന് ആറിലേക്കുള്ള ഒരു സ്മൂത്ത് മാപ്പാണ് എഫ്. യു എന്ന് പറയുന്നത് Rn+1ൻ്റെ ഓപ്പൺ സബ്സെറ്റ് ആണ്. ഇതിലൊരു പോയിൻ്റാണ് പി. ഈ പി മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? സിയിലേക്കാണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആൽഫ എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ കർവ്, ഒരു പാരാമീറ്ററൈസ്ഡ് കർവ് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്? ഐ എന്ന് Rn+1ലേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. സച്ച് ദാറ്റ് പിയിലേക്ക് മാപ്പ് ചെയ്യുന്ന പോയിൻ്റ് ടി നോട്ട്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഡെൽ എഫ് ഓഫ് പി ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0. ഇനി പിയിനെ എനിക്ക് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് എഴുതിക്കൂടെ? ആൽഫ ഓഫ് ടി നോട്ട് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? പിയിലേക്ക്. അപ്പോൾ ഇനി ഈ പിയിനെ ആൽഫ ഓഫ് ടി നോട്ട് എന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇത് കാണിക്കുന്ന പകരം ഇനി ഇത് കാണിച്ചാൽ മതി അല്ലേ? ഇത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിൻ്റാണ് ടി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഇനി നോക്കിയേ, ഇത് ഏതാ ടേം? ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ ഓഫ് ടിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? ഇതിന് ഡെറിവേറ്റീവ് എന്ത് വരും? എഫിന് ഡെറിവേറ്റീവ് ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി, പിന്നെ ആൽഫിൻ്റെ ഡെറിവേറ്റീവ് ആൽഫ ഡോട്ട് ഓഫ് ടി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ നമുക്ക് എന്തായി? ഇതായല്ലോ. ഇനി നോക്കിയേ, ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്നുണ്ടെങ്കിൽ ആ ടേമിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? എന്നാലല്ലേ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് കാണിച്ചാൽ മതി. എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു സി എന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ആൽഫ ഓഫ് ടി ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇത് കാണിക്കുന്നതിന് പകരം ഇനി എന്ത് കാണിച്ചാൽ മതി? ഇത് കാണിച്ചാൽ മതി. ഇതിനർത്ഥം എന്താ? ഇമേജ് ഓഫ് ആൽഫ എന്ന് പറയുന്നത്, ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സിൻ്റെ സബ്സെറ്റാണ് കാണിച്ചാൽ മതി അല്ലേ? അത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചു. ഇങ്ങനെ അസ്യൂം ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഡെൽ എഫ് ഓഫ് പി ആൽഫ ഡോട്ട് ഓഫ് ടി ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടുമെന്ന് കിട്ടി. അതിനല്ലേ നമുക്ക് കാണിക്കേണ്ടിരുന്നത്.